നമസ്കാരം. എറണാകുളം ചേന്ദമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ ഇരുമ്പുവടി ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്താൻ പ്രകോപനമായത് കളിയാക്കലെന്ന് പ്രതി ഋതു ജയന്റെ മൊഴി. തന്നെയും തന്റെ വീട്ടുകാരെയും വേണുവും കുടുംബവും കളിയാക്കിയെന്നാണ് ഋതു ആരോപിക്കുന്നത്. അയൽവാസികളുടെ കളിയാക്കൽ തനിക്ക് സഹിക്കാനായില്ലെന്നും അതുകൊണ്ടാണ് അതിക്രമത്തിന് മുതിർന്നതെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകി. ഋതു ഇപ്പോൾ വടക്കേക്കര പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കൊലപാതകം നടത്തിയ സമയത്ത് ഋതു ലഹരിയിൽ ആയിരുന്നില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വ്യാഴാഴ്ച രാത്രി ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. കൊലപാതക ശേഷം ജിതിന്റെ ബൈക്കിൽ കൂസിലില്ലാതെ യാത്ര ചെയ്ത ഋതുവിനെ കൂട്ടുകാട് വെച്ച് പോലീസ് തടഞ്ഞു നിർത്തുകയായിരുന്നു. സിഗരറ്റ് കത്തിച്ച് ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിനായിരുന്നു പോലീസ് കൈ കാണിച്ചത്. ബൈക്ക് നിർത്തി ഇറങ്ങി വന്ന ഋതു ഒരു കൂസലിവില്ലാതെ താൻ 4 പേരെ കൊന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു. എന്നാൽ കമ്പിവടി, കത്തി എന്നിവ കൊണ്ട് 4 പേരെ ആക്രമിച്ച ഋതുവിന്റെ വസ്ത്രത്തിൽ രക്തപ്പാടുകളൊന്നും ഇല്ലായിരുന്നു. തുടർന്ന് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഋതു ശാന്ത സ്വഭാവക്കാരനായിട്ടാണ് കാണപ്പെട്ടത്. ചോദിക്കുന്നതിന് മാത്രമായിരുന്നു ഇയാൾ ഉത്തരം നൽകിയത്. തങ്ങളെ ശല്യപ്പെടുത്തിയെന്ന് ആരോപിച്ച് അയൽ വീട്ടുകാർ കഴിഞ്ഞ നവംബറിൽ ഋതുവിനെതിരെ പോലീസിന് പരാതി നൽകിയിരുന്നു. ഋതു ബംഗളൂരുവിൽ നിന്നും നാട്ടിലെത്തിയത് 2 ദിവസം മുമ്പാണ്. വ്യാഴാഴ്ച വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് ഋതുവിന്റെ കമ്പിവടിയുടെ അടിയേറ്റ് കൊല്ലപ്പെട്ടത്. മരുമകൻ ജിതിൻ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുമാണ്. ഋതുവിന്റെ ആക്രമണങ്ങളെ തുടർന്ന് പോലീസിൽ പലതവണ പരാതിപ്പെട്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇയാൾ മാനസിക ചികിത്സയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നതെന്നും ആരോപണമുണ്ട്. അയൽവാസികളുമായി നിരന്തരം തർക്കമുണ്ടാക്കിയിരുന്ന ഋതു സംഭവ ദിവസവും തർക്കത്തിൽ ഏർപ്പെട്ട ശേഷമാണ് കൊലപാതകം നടത്തിയത്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിയുടെ പേരിൽ മുമ്പ് 3 കേസുകളുണ്ട്. 2 തവണ റിമാൻഡിലുണ്ടായിരുന്നതായും പോലീസ് വ്യക്തമാക്കി. ലഹരി ഉപയോഗിച്ചായിരുന്നു പ്രതി നിരന്തരം ശല്യമുണ്ടാക്കിയിരുന്നതെന്ന് അയൽവാസികൾ പറഞ്ഞു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ഋതു ജിത്തുവിന്റെ വീട്ടിലെത്തിയത്. ബൈക്കിന്റെ സ്റ്റമ്പ്, 2 കത്തി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇയാൾ 4 കുടുംബത്തെ ആക്രമിച്ചത്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു 4 പേരെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. പ്രതിക്ക് വേണുവിന്റെ കുടുംബവുമായി നേരത്തെ തർക്കമുണ്ടായിരുന്നുവെന്നും അയൽവാസികൾ പറയുന്നു. സ്കൂൾ കാലം മുതൽ ഇയാൾ ലഹരിക്കടിമയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സഹോദരിയെ ജിതിൻ പരിഹസിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക പ്രേരണയെന്ന് ഋതു മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തലും പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം കൂട്ടക്കൊലയ്ക്ക് മുൻപ് പ്രതി ഋതു ജയൻ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പൂച്ചയുടെയും പട്ടിയുടെയും പേരിലായിരുന്നു ഭീഷണിപ്പെടുത്തൽ. പ്രതിക്ക് വേണുവിന്റെ കുടുംബവുമായി നേരത്തെ തർക്കമുണ്ടായിരുന്നുവെന്നുള്ള വിവരങ്ങൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇയാൾക്കെതിരെ വേണുവും കുടുംബവും നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ കൂടിയാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു.